ചിലപ്പോൾ നമ്മളൊക്കെ ഇതിൽ കൂടെ നടക്കുമ്പോൾ ഇതിൻ്റെ അടിയിൽ മയ്യത്ത് ഉണ്ടാവും. പടച്ചോൻ നമുക്ക് എത്രത്തോളം നിയമത്ത് വാരിക്കോരി തന്നിക്കണമെന്നുള്ളത് അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു വട്ടമെങ്കിലും ചൂരൽമല എന്തൊക്കെ ഒന്ന് വന്ന് വിസിറ്റ് ചെയ്യണം. എടാ നമ്മളൊക്കെ എന്തിനാണ് അഹങ്കരിച്ച് നടക്കുന്നത്? നമുക്ക് പടച്ചോൻ നന്നാക്കി തിരിച്ചെടുക്കാൻ ഒരൊറ്റ നിമിഷം മതി. ഗ്രൗണ്ടിൽ കാണുന്നത് കല്ല് വന്ന് അടിച്ചിട്ടാവില്ലേ ഇതൊക്കെ പൊട്ടിപ്പോയിട്ടുണ്ടാവുക. ശരിക്കും പറഞ്ഞാൽ ഒരു മനുഷ്യനൊരു അടങ്ങേറ്. ഇന്ന് ജൂലൈ 30. ചൂരൽമല ദുരന്തം നടന്നിട്ട് 2 വർഷം തികയുന്നു. പെരുന്നാളിന്റെ അന്ന് മാത്രം ഇട്ട ഷർട്ട് അവിടെ വെച്ച് കീറിയപ്പോൾ എനിക്ക് സങ്കടമായി. പക്ഷെ എല്ലാം നഷ്ടപ്പെട്ടവരൊരു ഭൂമിയിൽ നിന്നിട്ട് ഞാൻ എന്റെ ഷർട്ട് കീറിയതിന് വേദനിക്കാൻ പാടില്ലല്ലോ. കഴിഞ്ഞ പെരുന്നാളിനാണ് എന്റെ നാട്ടിൽ കുറച്ച് പ്രായമായവരെ കൊണ്ട് ഞങ്ങൾ ഇങ്ങോട്ട് വന്നത്. മനസാക്ഷി മരിച്ചിട്ടില്ലാത്തവർ, തൊട്ടടുത്ത വീട്ടുകാരും വഴി കൊടുക്കാത്തവർ, പരസ്പരം തെറ്റിപ്പിരിഞ്ഞ് നടക്കുന്ന സുഹൃത്തുക്കൾ, നാട്ടുകാർ, അഹങ്കാരം വന്ന് തലമൂടിയവർ, കഷ്ടപ്പെടുന്നവനെ ഒന്ന് ചേർത്ത് നിർത്താൻ മടിക്കുന്നവർ, എല്ലാവരും വന്നൊന്ന് കാണണം ഈ ദുരന്തഭൂമി, കാണണം ഈ ദുരന്തത്തിൽ അവരോടൊന്ന് സംസാരിക്കണം. അപ്പൊ കുറച്ച് സമാധാനം കിട്ടും. കാണണം വർഷങ്ങൾ കൊണ്ട് പടുത്തുയർത്തിയ ഈ വീടുകളെ. നമുക്കൊക്കെ പടച്ചോൻ തന്നതിനെ ഓർത്ത് അവനോട് നന്ദി പറയും. ആരാണെന്ന് തിരിച്ചറിയാൻ പോലും കഴിയാതെ കയ്യും കാലും മാത്രം മറവ് ചെയ്ത പല മതത്തിൽപ്പെട്ട മനുഷ്യന്മാരെ ഇവിടെ നിങ്ങൾക്ക് കാണാം. ഈ 3 സഹോദരങ്ങൾക്ക് വേണ്ടി അവർക്ക് ഇഷ്ടപ്പെട്ട കളിപ്പാട്ടങ്ങൾ സമ്മാനങ്ങളായി അവരുടെ മയ്യത്തിന്റെ മുകളിൽ അലങ്കരിച്ച മാതാപിതാക്കളുടെ മാനസികാവസ്ഥ നിങ്ങൾ എന്താണെന്ന് അറിയണം. അങ്ങനെ ആ ചൂരൽമല ഇറങ്ങുമ്പോൾ അഹങ്കാരമില്ലാത്തൊരു മനുഷ്യനായിട്ട് മല ഇറങ്ങാം. സ്വന്തം ജീവിതത്തിലേക്കൊന്ന് നോക്കി പടച്ചവനോട് ഒരു നന്ദിയും പറയാം.